പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കുക. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഞായറാഴ്ചയാണ് ആണ്ടുവൃത്തത്തിലെ അവസാനത്തെ ഞായറാഴ്ച. നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. ആഘോഷത്തെറുപ്പിൽ മ്യൂസിക് കൺസേർട്ട് നടത്തിരുന്ന സമയത്ത് സുരക്ഷാ വീഴ്ചകൾ അല്പമുണ്ടായപ്പോൾ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇസ്രയേലി പൗരന്മാരെയും മറ്റു പൗരന്മാരെയും ബന്ദികളാക്കി പിടിച്ചുണ്ട്. ജാഗരൂകതയോടുകൂടിയാണ് ഹമാസ് കാത്തിരുന്നത് ഈ ഒരു സമയത്തിന് വേണ്ടി. അല്പം ശ്രദ്ധക്കുറവ് വന്നപ്പോഴാണ് ഇസ്രയേൽ കയറി ഇസ്രയേലികളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് അവരെ ബന്ദികളാക്കി കൊണ്ടുപോയത്. ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത്. നോഹിൻ്റെ കാലത്ത് സംഭവിച്ചു, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചു. ഇന്നൊക്കെ ഭൂകമ്പങ്ങളും കിണർ താന്നു പോകുന്നതും പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളല്ലാതായിട്ട് മാറിയിരിക്കുന്നു. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇന്നത്തെ വചനങ്ങളിലെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നു. യുഗാന്ത്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നീ തിരിച്ചറിയണം. ഈ തിരിച്ചറിവാണ് നമ്മെ ശ്രദ്ധാലുക്കളാക്കി മാറ്റുന്നത്. റോഡ് വർക്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ കാണാം, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. വേഗത നമ്മളെ ത്രില്ലുണ്ടാക്കുന്നതെന്നാണ്, പക്ഷേ ശ്രദ്ധ മരിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു. ശ്രദ്ധ പലപ്പോഴും വിട്ടുപോകുമ്പോഴാണ് സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്നത്. നോഹ് പെട്ടകമുണ്ടാക്കിയപ്പോൾ അവനെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ജനതയുണ്ട്. ഇവന് വട്ടാണ്, വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് ഇത്രയും വലിയ പേടകം എന്തിനുണ്ടാകും? ദൈവം പറഞ്ഞിട്ട് പോലും അവർക്ക് ബോധ്യങ്ങളില്ല. നീതിപൂർവ്വം ദൈവം പറഞ്ഞതനുസരിച്ചുകൊണ്ട് നോഹും കുടുംബവും മുന്നോട്ട് പോയി. ലോത്തിൻ്റെ സമയത്തും നമുക്കറിയാം, ലോത്തും കുടുംബവും നീതിപൂർവ്വം ജീവിച്ചു. അതുകൊണ്ട് ദൂതന്മാർ വന്ന് അവനോട് ഓടിപ്പൊക്കൊള്ളാൻ പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ ജീവിത വ്യഗ്രഹ നിമിത്തം തനിക്ക് നഷ്ടപ്പെടുന്ന വീടിനെക്കുറിച്ചും അതിലുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യഗ്രതയോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഉപ്പുതൂണായി മാറും. ദൈവത്തിൻ്റെ കൃപ നേടിയെടുക്കുക വളരെ പ്രയാസമാണ്. വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടാകണം, കർത്താവ് വരും, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എൻ്റെ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കും, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു. ആ ഒരു പ്രതീക്ഷ, ജീവിതത്തിൽ പ്രതീക്ഷ നശിച്ചവരെ പലരെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ലോകത്തിലെ പ്രതീക്ഷകൾ, വരാനിരിക്കുന്ന ലോകത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ധാരാളം പേര്. ഇതുകൊണ്ട് എന്ത് പ്രയോജനം, ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം, ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ചിലവർ പറയും, ഒരു ജീവിതമല്ലേ ഉള്ളൂ, ആസ്വദിക്കുക ധാരാളം. ജീവിതം ആസ്വദിച്ച് അവസാനം കുഴിയിൽ വീഴുമ്പോൾ മാത്രമേ ഒരു തിരിഞ്ഞുനോട്ടം പലർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്, നീ ജാഗരൂകത ഉള്ളവനായിരിക്കണം. ജാഗരൂകത നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നീ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച്, പഴയ നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അനുതാപം, പുതിയൊരാകാശം പുതിയ ഭൂമിയും ലഭിക്കുവാൻ തക്കവിധം ഒരുക്കത്തോടു കൂടിയുള്ള ഒരു ജീവിതം, ഇതായിരിക്കണം നിനക്ക് ആവശ്യമായിട്ടുള്ളത്.
കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നീ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മുന്നറിയിപ്പുകളൊക്കെ നിനക്ക് നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുക. ഇസ്രയേൽ ജനതയ്ക്ക് മുന്നറിയിപ്പുകളുണ്ടായിരുന്നു. അവരെ ശത്രുക്കൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ. പക്ഷെ ആ മുന്നറിയിപ്പുകൾ പലതും അവരുടെ ആഘോഷങ്ങളിൽ മറന്നുപോയി. ശ്രദ്ധക്കുറവുണ്ടായി. മ്യൂസിക് അവരെ ത്രില്ലടിപ്പിച്ചു. പക്ഷേ പലരുടെയും ജീവിതം പോയി. പല കുടുംബങ്ങളും ഒറ്റപ്പെട്ടു പോയി. തീവ്രവാദികളുടെ ആധിപത്യം അതുകൊണ്ട് എത്രയോ മനുഷ്യരുടെ ജീവൻ ഇല്ലാതാകുന്ന യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. നിന്റെ ജീവിതം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ സജീവമാക്കാം. നമുക്ക് ദൈവം നൽകുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഈ ആത്മാവിനെ എടുക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യമാണ്. തനത് വിധിയുടെ സമയവും അന്ത്യവിധിയുടെ സമയത്തും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സന്തോഷത്തോടുകൂടി നിൻ്റെ ആത്മാവിനെ വിട്ടുകൊടുക്കുവാൻ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ അവിടത്തോടൊത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിന് നമ്മുടെ ഈ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ.